നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളിലൂടെയും നമ്മൾ കടന്നുപോകും. കെ സുധാകരൻ ഒഴികെ സിറ്റിംഗ് എംപിമാർ മത്സരിക്കാൻ കോൺഗ്രസിന്റെ നിർദ്ദേശം, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലായിരിക്കും നമ്മൾ തുടങ്ങാൻ പോകുന്നത്. തൃശൂരിൽ നടന്ന മഹാജനസഭയോടെ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഔദ്യോഗികമായ തുടക്കമായിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫെഡറൽ സംവിധാനങ്ങൾ നിലനിൽക്കണമെങ്കിൽ BJPയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടു. ഇടതുപക്ഷത്തിനെതിരെ ഖർഗെ ഒരക്ഷരം മിണ്ടാതിരുന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നത് CPIഎമ്മിനെതിരായ വിമർശനമാണ്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. അണികളെ നിരത്തി തേക്കിൻകാട് മൈതാനത്ത് കോൺഗ്രസിന്റെ ശക്തി പ്രകടനം. ഓരോ ബൂത്തുകളിൽ നിന്നും 3 വീതം ഭാരവാഹികളും മണ്ഡലം മുതൽ AICC തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും സമ്മേളനത്തിൽ അണിനിരന്നപ്പോൾ തേക്കിൻകാട് ത്രിവർണ്ണത്തിൽ മുങ്ങി. ബൂത്ത് ശാക്തീകരണത്തിലൂടെ കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയിൽ അടിമുടി മാറ്റം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് നടത്തിയ സമ്മേളനം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉദ്ഘാടനം ചെയ്തു. പ്രസംഗത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച ഖർഗെ ഫെഡറൽ സംവിധാനത്തെ കേന്ദ്രം തകർത്തുവെന്നും BJPയുടെയും നരേന്ദ്രമോദിയുടെയും കൊടി ഉയരാൻ അനുവദിക്കരുതെന്നും ആഹ്വാനം ചെയ്തു. The Kerala people always stood for principles, always stood for poor people, always stood for democracy, always stood for constitution protection. Therefore, we have got high hope. If we win Kerala, we will India. ഇന്ത്യ സഖ്യത്തിനൊപ്പമുള്ള ഇടതുപക്ഷത്തെ ദേശീയ അധ്യക്ഷൻ തൊടാതിരുന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നത് പിണറായി സർക്കാരിനെതിരായ വിമർശനം. മാറി മാറ്റപ്പെടും. 20 സീറ്റിൽ ഔട്ട് ഓഫ് 20 സീറ്റ് നേടിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. KPCC പ്രസിഡന്റ് K സുധാകരൻ അധ്യക്ഷത വഹിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയ നേതാക്കൾ മഹാജനസഭയിൽ പങ്കെടുത്തു. 1 മാസം മുമ്പ് തൃശൂരിൽ നിന്ന് BJP തുടങ്ങിവച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കുള്ള രാഷ്ട്രീയ മറുപടി കൂടിയായി കോൺഗ്രസിന്റെ മഹാജനസഭ. ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള തൃശൂരിന്റെ മണ്ണിൽ നിന്ന് മണിപ്പൂരിലൂന്നിയുള്ള BJP വിമർശനമാണ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയത്. എന്നാൽ ഇടതു സർക്കാരിനെ കടന്നാക്രമിച്ചാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മഹാജനസഭയെ അഭിസംബോധന ചെയ്തത്. ലക്ഷ്യം ഒന്നു മാത്രം: ലോക്സഭാ തെരഞ്ഞെടുപ്പ് ട്രാക്കിൽ ആദ്യം ഓടിയെത്തുക, അതിനായി അണികളെ അണിനിരത്തുക. തൃശൂരിൽ നിന്നും വിനേഷ് ബാബുരാജിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലും ആലപ്പുഴയിലും ഒഴികെ സിറ്റിംഗ് എംപിമാരെ തന്നെ നിലനിർത്താൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നിർദ്ദേശം. ആലപ്പുഴ, കണ്ണൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ 4-അംഗ ഉപസമിതിയെയും തീരുമാനിച്ചു. അതിനിടെ മത്സരിക്കാൻ താൽപര്യമില്ലെന്നറിയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MPയെ നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിച്ചു. തൃശൂരിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം തുടങ്ങുമ്പോൾ തന്നെ ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം നിലവിലെ എംപിമാർ തുടരുക എന്നതായിരുന്നു. അനാരോഗ്യം മൂലം മത്സരത്തിനില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ച K സുധാകരൻ നിലപാട് യോഗത്തിലും ആവർത്തിച്ചു. പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ 4-അംഗ ഉപസമിതിയെ യോഗം ചുമതലപ്പെടുത്തി. K സുധാകരൻ, VD സതീശൻ, MM ഹസൻ, രമേശ് ചെന്നിത്തല എന്നിവരാണ് ഉപസമിതിയിലെ അംഗങ്ങൾ. കണ്ണൂരിനെ കൂടാതെ നിലവിൽ CPIഎമ്മിന്റെ കൈവശമുള്ള ആലപ്പുഴ സീറ്റിലെ സ്ഥാനാർത്ഥിയെയും ഉപസമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കും. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷാണ് എംപിമാർ തുടരട്ടെ എന്ന തീരുമാനത്തോട് ആദ്യം വിയോജിപ്പ് അറിയിച്ചത്. എന്നാൽ നേതാക്കൾ ഇടപെട്ടതോടെ കൊടിക്കുന്നിൽ വഴങ്ങി. നിലവിൽ 15 സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ 16 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. കോട്ടയം ജോസഫ് വിഭാഗത്തിന് വിട്ടുനൽകാൻ കോൺഗ്രസ് തയ്യാറാണ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ സൂക്ഷ്മത വേണമെന്നാണ് അഭിപ്രായം. കൊല്ലത്ത് RSP തന്നെ. മലപ്പുറവും പൊന്നാനിയും കൂടാതെ ഒരു മണ്ഡലം കൂടി വേണമെന്ന ലീഗ് ആവശ്യത്തിൽ നാളെ ചേരുന്ന UDF യോഗത്തിൽ കോൺഗ്രസ് ഔദ്യോഗിക തീരുമാനം അറിയിക്കും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്നാണ് KPCCയുടെ ആഗ്രഹം. ഹൈക്കമാൻഡാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. 24 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യത്തിന് മുമ്പിൽ വഴിമുട്ടി UDFിലെ സീറ്റ് വിഭജന ചർച്ച. നാളെ ചേരുന്ന UDF നേതൃയോഗത്തിൽ വിഷയം പരിഹരിക്കാം എന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. ലീഗിന്റെ ആവശ്യത്തിൽ തെറ്റില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രതികരണം. ഏറ്റവും ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിൽ സജീവമാകാനായിരുന്നു UDF നീക്കം. ആ പ്രതീക്ഷകളാണ് മുസ്ലിം ലീഗ് 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നതോടെ വഴിമുട്ടിയത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രം 3-ാം സീറ്റ് എന്നായിരുന്നു ലീഗിന്റെ ആദ്യ നിലപാട്. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയാൽ കണ്ണൂർ വേണമെന്നാണ് UDF യോഗത്തിൽ ലീഗ് നേതാക്കൾ അറിയിച്ചത്. ഇതോടെ ചർച്ചകൾ വഴിമുട്ടി.
അധിക സീറ്റ് എന്ന ആവശ്യം പരിഗണിക്കേണ്ട എന്നാണ് കോൺഗ്രസിനുള്ളിലെ തീരുമാനമെങ്കിലും ലീഗിനെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. 3-ാം സീറ്റ് ചോദിക്കാൻ ലീഗിന് യോഗ്യതയുണ്ടെന്നായിരുന്നു കെ മുരളീധരൻ എംപിയുടെ അഭിപ്രായം. എല്ലാത്തിനും പുറത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് ചോദിക്കാൻ യോഗ്യതയുണ്ട്, അതവർ ചോദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് അവരുമായി കൂടെ ഒരു ഫൈനൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ അറിയിക്കും. 3-ാം സീറ്റ് ചോദിക്കാനുള്ള ലീഗിന്റെ അർഹതയെ ചോദ്യം ചെയ്യില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അവർക്ക് അർഹതപ്പെട്ട ഒരു ഡിമാൻഡാണ്. ഞങ്ങൾ അവരുടെ അർഹതയെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യില്ല. പിന്നെ നമുക്ക് പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പരിശോധിക്കുകയൊക്കെ വേണം. ലീഗുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കവും ഉണ്ടാവില്ല. നമ്മൾ വളരെ സൗഹാർദ്ദപൂർവ്വം UDF ഇലക്ഷൻ ഫേസ് ചെയ്യും. ആവശ്യങ്ങളെല്ലാം UDF നേതൃയോഗത്തിൽ അറിയിച്ചിട്ടുണ്ടെന്നും തൽക്കാലം പരസ്യ പ്രതികരണമില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മീറ്റിംഗിൽ സീറ്റിൻ്റെ കാര്യം കൂടി ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അത് നാളെ ബഡ്ജറ്റ് ഉണ്ടല്ലോ, നാളെ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചർച്ച തുടരും. നാളെ രാവിലെ 11:30 UDF നേതൃയോഗം. മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും സീറ്റ് വിഷയം ചർച്ചയാകും. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി വയനാട്ടിൽ ആനി രാജയെയും തൃശൂരിൽ VS സുനിൽകുമാറിനെയും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെയും മത്സരിപ്പിക്കാനാണ് ആലോചന. അടുത്തയാഴ്ച ചേരുന്ന CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. 4 ലോക്സഭാ സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് സീറ്റുകളാണ് CPIയുടേത്. സ്ഥാനാർത്ഥി നിർണയം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് മുൻപ് ചേർന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ അഭിപ്രായമുയർന്നിരുന്നു. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വയനാട്ടിലെ പോരാട്ടത്തിൽ ആനി രാജയെ രംഗത്തിറക്കാനാണ് CPIയുടെ ആലോചന. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് തൃശൂർ. ജനകീയ മുഖമായ VS സുനിൽകുമാറിനെ തിരഞ്ഞെടുപ്പ് ഗോതയിലിറക്കി തൃശൂർ തിരിച്ചുപിടിക്കാനാണ് CPIയുടെ നീക്കം. മാവേലിക്കരയിൽ AIYF നേതാവ് CA അരുൺകുമാറിനെ മത്സരത്തിനിറക്കിയേക്കും. ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം പരിഗണിച്ചാണ് തീരുമാനം. തലസ്ഥാന മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിക്കാനാണ് ആലോചന. 2005 PK വാസുദേവൻ നായരുടെ മരണത്തിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് പന്ന്യൻ രവീന്ദ്രൻ വിജയിച്ചിരുന്നു. അതിനുശേഷം CPIക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയക്കൊടി നാട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഈ മാസം 10, 11 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ ധാരണയിലെത്തും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മണ്ഡലത്തിലെ CPI സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വാർത്തകൾ തള്ളി പന്ന്യൻ രവീന്ദ്രൻ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് നേരത്തെ തന്നെ താൻ അറിയിച്ചിരുന്നെന്നും ഇക്കാര്യം പാർട്ടിയെ ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ CPI സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നാൽ സ്ഥാനാർത്ഥി ചർച്ചകളെ കുറിച്ച് തുടങ്ങും. ഞങ്ങൾക്ക് കേരളത്തിലെ മിക്ക സീറ്റുകളും വിജയപ്രതീക്ഷയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാനിനി ഇല്ല എന്ന് 2009 ശേഷം 2013 ഒരിക്കൽ അതിന് പ്രത്യേക സന്ദർഭത്തിൽ സഖാവ് ചന്ദ്രപ്പ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു തീരുമാനമനുസരിച്ച് എനിക്ക് പോയി മത്സരിക്കേണ്ടി വന്നത്. ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതാണ്. അത് പാർട്ടിനെ ഞാൻ ബോധ്യപ്പെടുത്തും. ഈ പറയുന്ന ഒന്നും തന്നെ തീരുമാനമല്ല. അതുകൊണ്ട് ആരും ദേവി എഴുതിയിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പ്രചരിപ്പിക്കല്ല. വാർത്താമഴയിലേക്ക് വീണ്ടും. കോട്ടയത്ത് LDF സീറ്റിൽ വീണ്ടും തോമസ് ചാഴിക്കാടൻ തന്നെ മത്സരിച്ചേക്കും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് തോമസ് ചാഴിക്കാടൻ 24നോട് പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതൃയോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. MP എന്ന നിലയിലെ പ്രകടനം തന്നെയാണ് തോമസ് ചാഴിക്കാടനെ കേരള കോൺഗ്രസ് വീണ്ടും പരിഗണിക്കാനുള്ള കാരണം. നിലവിൽ മറ്റു നേതാക്കളുടെ പേരുകളൊന്നും തന്നെ ചർച്ചയിലില്ല. സ്ഥാനാർത്ഥിയാകാൻ നേതാക്കളാരും അവകാശവാദവും ഉന്നയിക്കാത്തതിനാൽ ചാഴിക്കാടന് തന്നെ ഒരവസരം കൂടി നൽകിയേക്കുമെന്നാണ് വിവരം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് ചാഴിക്കാടനും 24നോട് പറഞ്ഞു. പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുന്നണിയും പാർട്ടിയുമാണ് സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും ബാക്കി നടപടികളിലേക്ക് പോകും. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസും ഉന്നയിച്ചിട്ടുണ്ട്. LDFിലെ സീറ്റ് ചർച്ചകൾ പൂർത്തിയായാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ജോസ് കെ മാണി നടത്തും. അതേസമയം കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ജോസഫ് വിഭാഗം നാളെ ഹൈപ്പവർ കമ്മിറ്റി ചേരും. UDFുമായുള്ള സീറ്റ് ചർച്ചകൾക്ക് ശേഷമാവും തിരുവനന്തപുരത്ത് ഹൈപ്പവർ കമ്മിറ്റി ചേരുക. ഇതിനുശേഷം PJ ജോസഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ജോസ് കെ മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ തോമസ് ചാഴിക്കാടനിലേക്ക് ഒതുങ്ങുമ്പോൾ തർക്കത്തിനൊടുവിൽ ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തി നിൽക്കുകയാണ് ജോസഫ് വിഭാഗം. എന്തായാലും കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്.
കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. കോട്ടയത്ത് പവർ ഹൗസ് ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ രണ്ടാമത്തെ വിദ്യാർത്ഥിയും മരിച്ചു. +1 വിദ്യാർത്ഥിയായ അബിഗേൽ, 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജോഷുവ എന്നിവരാണ് മരിച്ചത്. അമിത വേഗത്തിൽ വിദ്യാർത്ഥികളെത്തിയ ബൈക്ക് നിയന്ത്രണം വിട്ട് മറ്റൊരു വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്താണ് ടോബി? ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അതായത് ഈ ബൈക്ക് അത് വേഗത്തിലായിരുന്നു. ആ ബൈക്കിന് അതിനുശേഷം നിയന്ത്രണം നഷ്ടമായി തെന്നി മറിയുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ CCTV-യിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആ മറിഞ്ഞ ബൈക്ക് മറ്റൊരു വാഹനത്തിൽ ഇടിക്കുന്നത് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഇടിയുടെ ആഘാതത്തിലാണ് ഈ 2 വിദ്യാർത്ഥികൾക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നത്. തുടർന്നാണ് ഇവരുടെ മരണം സംഭവിച്ചത്. ജോഷുവ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞിരുന്നു. എന്നാൽ അബിഗേലിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി, തുടർന്ന് ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടിയാണ് അബിഗേലിന്റെയും മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇവർ സഞ്ചരിച്ച ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടമായി മറിഞ്ഞ് മറ്റൊരു വാഹനത്തിൽ പോയി ഇടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പമ്പയിൽ പൊലിഞ്ഞ ജീവനുകൾ. പമ്പാ നദിയിൽ കുളിക്കാനിറങ്ങിയ ഒരു കുടുംബത്തിലെ 3 പേർ മുങ്ങി മരിച്ചു. പത്തനംതിട്ട റാന്നി ചന്തക്കടവിലാണ് സംഭവം. പുതുശ്ശേരിമല സ്വദേശി അനിൽകുമാർ, മകൾ നിരഞ്ജന, സഹോദരന്റെ മകൻ ഗൗതം എന്നിവരാണ് മരിച്ചത്. മൃതദേഹം റാന്നി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. സഹോദരൻ സുനിലിന്റെ വീട്ടിലെത്തിയ അനിൽകുമാറും കുടുംബവും ഗൗതത്തെയും കൂട്ടി നദിയിൽ തുണി നനയ്ക്കാനും കുളിക്കാനുമായി എത്തിയപ്പോഴാണ് അപകടം. ആദ്യം ഗൗതമാണ് ഒഴുക്കിൽപ്പെട്ടത്. ഗൗതമിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അനിൽകുമാറും നിരഞ്ജനയും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പെയിന്റിംഗ് തൊഴിലാളിയാണ് മരിച്ച അനിൽകുമാർ. ഗൗതം 9ാം ക്ലാസ് വിദ്യാർത്ഥിയും നിരഞ്ജന +2 വിദ്യാർത്ഥിയുമാണ്. റാന്നി അഗ്നിരക്ഷാ നിലയത്തിലെ സ്കൂബ ടീമാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. മന്ത്രി റോഷി അഗസ്റ്റിൻ, ആന്റണി MP, റാന്നി MLA പ്രമോദ് നാരായൺ തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തി. ഇവിടെ വലിയ പരിചയം ഉള്ള ആൾക്കാരാണെന്നല്ല മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വാടകയ്ക്ക് താമസിക്കുന്നവരാണെന്ന് അറിഞ്ഞത്. എങ്കിലും അവരോട് ഒരു അപകടത്തിൽപ്പെട്ടു. പെൺകുഞ്ഞിനും കൂടെ സാരിത്വം പറഞ്ഞു കൊടുത്തെങ്കിലും അച്ഛൻ ഒഴുക്കപ്പെട്ടു എന്നുള്ള നിലയിലേക്ക് വഴുതി മാറിയതോടു കൂടിയാണ് അവരും നമുക്ക് മിസ്സായതെന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്. റാന്നി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ നാളെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 പത്തനംതിട്ട. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ രാമക്ഷേത്ര പ്രസ്താവന സതുദ്ദേശത്തിലെന്ന് മുസ്ലിം ലീഗ്. പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തെന്ന് PK കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചു. മഞ്ചേരിയിൽ സാദിഖ് അലി തങ്ങൾ നടത്തിയ പ്രസംഗം വിവാദമായതോടെയാണ് വിശദീകരണം. ലീഗ് അണികളെ നേതാക്കൾ മണ്ടന്മാരാക്കുകയാണെന്ന് INL കുറ്റപ്പെടുത്തി. രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണല്ലോ. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ഈ വാക്കുകളാണ് വിവാദമായത്. മുസ്ലിം ലീഗ് അധ്യക്ഷൻ RSS അനുകൂല നിലപാട് സ്വീകരിച്ചു എന്ന വിമർശനവുമായി ഇന്ത്യൻ നാഷണൽ ലീഗ് രംഗത്ത് വന്നു. ആ നിലപാട് മുസ്ലിം വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെയും മതനിരപേക്ഷ വിശ്വാസികളുടെയും നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. പ്രസംഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ആര് പറഞ്ഞു? ഞാനോ പറഞ്ഞില്ലല്ലോ. സോഷ്യൽ മീഡിയയിലടക്കം വിമർശനം ശക്തമായതോടെ വിശദീകരണവുമായി ലീഗ് നേതൃത്വം എത്തി. അയോധ്യ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി BJP നോക്കുകയാണ്. ആ കെണിയിൽ നമ്മൾ വീഴേണ്ടതില്ല. സാമുദായിക സൗഹൃദം നിലനിർത്തുക എന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ശിഹാബ് തങ്ങളെടുത്ത മാതൃക അത് നമ്മളും തുടരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ സാരം. തങ്ങളുടെ പ്രസംഗം കൂടുതൽ വിവാദമാക്കേണ്ടെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനുള്ളത്. 24 മലപ്പുറം.
ഗ്യാൻവാബി മസ്ജിദിൽ പൂജ ചെയ്യാൻ അനുമതി നൽകിയതിലൂടെ രാജ്യത്തെ നിയമം ലംഘിക്കപ്പെട്ടുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇന്ത്യ ഭരിക്കുന്നവരുടെ പിന്തുണയോടെ വിവിധങ്ങളായ അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇപ്പോഴത്തെ നീക്കം. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിൽ കൊമ്പുകുറക്കേണ്ടവരല്ല എന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇന്ത്യ ഭരിക്കുന്നവരുടെ തന്നെ പിന്തുണയോടെ വിവിധങ്ങളായിട്ടുള്ള അവകാശവാദങ്ങൾ ഇവിടെ പലരും മുന്നോട്ട് വെക്കുകയാണ്. അതൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണെന്ന് പറയുമ്പോൾ അവിടെയാണ് ന്യൂനപക്ഷങ്ങൾ വേദനിക്കുന്നത്. ഇവിടെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഉണ്ട്. അത് പരസ്പരം കൊമ്പ് കോർക്കേണ്ടവരല്ല, പരസ്പരം മനസ്സിലാക്കേണ്ടവരാണ്. ഗ്യാൻവാബി മസ്ജിദിൽ പൂജ ചെയ്യാൻ അനുമതി നൽകിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പൂജയ്ക്ക് അനുമതി നൽകിയതേറെ വേദനാജനകമാണ്, മതേതരത്വത്തിന് വിഘാതമുണ്ടാക്കുന്നതാണ് കോടതി വിധിയെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഇപ്പോൾ വലിയൊരു പ്രയാസവും വേദനയൊക്കെ ഉള്ള സമയമാണ്. ഗ്യാൻവാബി മസ്ജിദ് പൂജക്കുള്ളതായ ഒരു സമ്മതം കൊടുക്കുന്ന ഒരു വിധി ഇവിടെ വന്നു. അതിൽ നമുക്ക് ദുഃഖമുണ്ട്, ഖേദമുണ്ട്. നിയമങ്ങളൊക്കെ മറ്റേ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് അവിടെ പൂജയ്ക്ക് അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം, ഇവിടുത്തെ ഈ ജനാധിപത്യ സംരക്ഷണത്തിന് കോടാലി വെക്കണ നിലക്കുള്ള പ്രവർത്തനം ആരിൽ ഇതുണ്ടാവാൻ പാടുള്ളതല്ല. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ജിഫ്രി തങ്ങളുടെയും സാദിഖ് അലി തങ്ങളുടെയും പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ. സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SKSSFന്റെ 35ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനമാണ് കോഴിക്കോട് നടന്നത്. ആ വേളയിലാണ് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള SYSന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്യാൻവാബി വിഷയവുമായി ബന്ധപ്പെട്ടാണ്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള ഭീതിയിലാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. രാജ്യം ഭരിക്കുന്നവരുടെ സഹായത്തോടു കൂടെ ചില ശക്തികൾ ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളുണ്ട്. ആ ആരാധനാലയങ്ങളിൽ നടക്കേണ്ടത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരപ്രകാരമുള്ള നടപടികളാണ്. പക്ഷേ മറിച്ച് സംഭവിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. അതിന് ഭരണകൂടം തന്നെ കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അതിൽ ഗ്യാൻവാബി മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിയ കോടതി വിധിയാണ് ഏറെ വലിയ ഒരു വേദന സൃഷ്ടിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇത് ഈ ജനാധിപത്യ മതേതരത്വ കാഴ്ചപ്പാടിന് വളരെ വലിയ വിഘാതമുണ്ടാക്കുന്ന നടപടിയാണ്. അതിനെതിരെ ശക്തമായ ഒരു തങ്ങളുടേതായിട്ടുള്ള ഒരു വേദന പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളിലേക്ക് സമസ്ത പോകില്ല എന്നുള്ള കാര്യം കൂടി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. വിഷയത്തെ നിയമപരമായിട്ട് നേരിടും, സമാധാനപരമായിട്ട് തന്നെ ഈ വിഷയത്തെ കാണും എന്നുള്ള കാര്യം കൂടി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും വ്യക്തമാക്കുന്നു. ഗ്യാൻവാബിയിൽ കേന്ദ്ര സർക്കാർ ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇരുവരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റീജിത്ത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനൊരുങ്ങി ഉത്തരാഖണ്ഡ്. UCC കരട് ബില്ല് ഉത്തരാഖണ്ഡ് മന്ത്രിസഭ പാസാക്കി. ബില്ല് ചൊവ്വാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കും. സഭയിൽ ബില്ലിന്മേൽ ചർച്ച നടത്തി ഭൂരിപക്ഷ വോട്ടെടുപ്പോടെ പാസാക്കാനാണ് നീക്കം. കഴിഞ്ഞ ഫെബ്രുവരി 2 ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിലുള്ള സമിതി സർക്കാരിന് കരട് റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടാണ് വിശദമായി പരിശോധിച്ച് മന്ത്രിസഭ പാസാക്കിയത്. UCC നടപ്പാക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച് നടപടികൾ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. കേരള സാഹിത്യ അക്കാദമി വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാരം നിരസിച്ച് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. പണമോ സാഹിത്യ അക്കാദമിയോ സച്ചിദാനന്ദൻ മാഷോ ആയിരുന്നില്ല പ്രതിഷേധത്തിന്റെ ലക്ഷ്യം. കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും വെളിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കി. പ്രതിഫല വിവാദത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് ഖേദം അറിയിച്ചിരുന്നതായി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ പറഞ്ഞു. സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പ്രഭാഷണം നടത്തിയതിന് 2400 രൂപയാണ് പ്രതിഫലമായി ലഭിച്ചതെന്ന കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രതികരണം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. പ്രതിഫല വിവാദത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യ അക്കാദമിയോട് ഖേദമറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് നഷ്ടപരിഹാരം നൽകുമെന്ന് സാഹിത്യ അക്കാദമി വ്യക്തമാക്കി.
ബാലൻ്റെ കേസിൽ അങ്ങനെയുള്ള ചില കേസുകളിൽ ചില എക്സെപ്ഷൻസ് അനുവദിക്കേണ്ട പ്രശ്നമുണ്ട്. കാരണം ബാലന് 1 മണിക്കൂർ സംസാരിക്കുന്നത് 2 മണിക്കൂർ സംസാരിച്ചു. പ്രശ്നം പരിഹരിക്കാനായിട്ട് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് പണം അയക്കുന്നുണ്ട്, കുറച്ച് കൂടുതലായിട്ടുള്ള പണം. ഇതിനിടെയാണ് വീണ്ടും ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ മറുപടി. അക്കാദമിയുടെ നഷ്ടപരിഹാരം തനിക്ക് വേണ്ട. കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും വെളിപ്പെടുത്തുകയായിരുന്നു പ്രതിഷേധത്തിന്റെ ലക്ഷ്യം. സീരിയൽ സിനിമാ താരങ്ങൾക്ക് 10,000-ങ്ങളും ലക്ഷങ്ങളുമാണ് പ്രതിഫലമായി നൽകുന്നത്. കവികളോടുള്ള സമീപനത്തിൽ സർക്കാരും സമൂഹവും മാറ്റം വരുത്തണം. നഷ്ടപരിഹാരം നൽകി തന്നെ ഒതുക്കുകയല്ല വേണ്ടതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കി. 24 കൊച്ചി. സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി. നിർബന്ധിച്ച് കേരള ഗാനം എഴുതിപ്പിച്ച ശേഷം ഒഴിവാക്കിയെന്നാണ് ആരോപണം. കെ സച്ചിദാനന്ദൻ അവസരം നോക്കിയിരുന്ന് അപമാനിച്ചുവെന്നും ശ്രീകുമാരൻ തമ്പി കുറ്റപ്പെടുത്തി. എന്നാൽ ആരോപണം കെ സച്ചിദാനന്ദൻ നിഷേധിച്ചു. വിഷയം ഗൗരവതരമെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. കേരള ഗാനത്തിനായി നിർബന്ധിച്ച് പാട്ടെഴുതിപ്പിച്ച ശേഷം തന്നെ അപമാനിച്ചെന്നാണ് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം. ഗാനം യൂട്യൂബിലൂടെ പുറത്തുവിടുമെന്നും ഇനി അക്കാദമിക്ക് ഗാനം നൽകില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. എനിക്ക് എഴുതാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു എഴുതിച്ചിട്ട് ശേഷം ആ പാട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇൻസൾട്ടല്ലേ? ശ്രീകുമാരൻ തമ്പിയേക്കാൾ മികച്ച ഗാനരചയിതാവ് ഹരിനാരായണെന്ന് സാഹിത്യ അക്കാദമി സ്ഥാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹരിനാരായണന്റെ പാടെടുത്തെങ്കിൽ ശ്രീകുമാരൻ തമ്പിയേക്കാൾ മികച്ച ഗാനരചയിതാവ് ഹരിനാരായണനാണെന്ന് കേരള സച്ചിദാനന്ദൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ശ്രീകുമാരൻ തമ്പിയെ ഇൻസൾട്ട് ചെയ്യുന്നു. അതായത് ശ്രീകുമാരൻ തമ്പി എഴുതിയത് ക്ലീശയാണെന്ന് പറയാൻ വേണ്ടി ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. 3 പേരുടെ വരികളാണ് പരിഗണനയിലെന്നും നിലവിൽ കമ്മിറ്റിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് BK ഹരിനാരായണന്റെ വരികളാണെന്നും കെ സച്ചിദാനന്ദൻ. ശിവാനന്ദ നമ്മൾ പറഞ്ഞു എഴുതിച്ചാണ്, അപ്പോൾ അത് പരിഗണിക്കാതെ വയ്യ. അതോടൊപ്പം തന്നെ വന്ന പാട്ടുകളിൽ ചിലതുണ്ട്, അത് ചിലത് കൂടുതൽ കമ്മിറ്റിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടുകളിൽ 2-3 എണ്ണത്തിന്, അതിൽ തിരഞ്ഞെടുത്ത 2-3 എണ്ണത്തിന് നമ്മൾ മ്യൂസിക് കൊടുത്ത് നോക്കിയിട്ട് ഒരു ഫൈനലായിട്ട് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയിക്കും. സർക്കാരിന്റെ അംഗീകാരത്തോടെ മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂവെന്ന് അക്കാദമി സെക്രട്ടറി CP അബൂബക്കറും പ്രതികരിച്ചു. അക്കാദമി അധികൃതരുമായും ശ്രീകുമാരൻ തമ്പിയുമായും നേരിട്ട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ 24-നോട് പറഞ്ഞു. അദ്ദേഹം ഉന്നയിച്ച വിഷയം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ഗൗരവമായി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. സാഹിത്യ അക്കാദമിയിൽ നിന്ന് ആവശ്യപ്പെട്ടതിനാലാണ് വരികൾ എഴുതി നൽകിയതെന്നും ഇതുവരെയും തന്റെ ഗാനം തെരഞ്ഞെടുത്തതായി അറിയിച്ചിട്ടില്ലെന്നും ഗാനരചയിതാവ് BK ഹരിനാരായണൻ പ്രതികരിച്ചു. വിഷയത്തിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. സാഹിത്യ അക്കാദമിയെ രാഷ്ട്രീയവൽക്കരിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റ് നാളെ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കും. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാകും ബജറ്റിൽ ഉണ്ടാവുക. ക്ഷേമ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചേക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തുള്ളത്. അടുത്ത സാമ്പത്തിക വർഷം വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്ന സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേന്ദ്ര വിഹിതത്തിലെ കുറവ് മറികടക്കാൻ ബദൽ മാർഗങ്ങളാകും ബജറ്റിൽ പ്രധാനമായും ഇടം പിടിക്കുക. വരുമാന വർധനവിനായി അധിക വിഭവ സമാഹരണത്തിനാണ് നീക്കം. കേരളത്തിന് നികുതി വർദ്ധിപ്പിക്കാവുന്ന മേഖലകൾ പരിമിതമായതിനാൽ ഇതിനായി മറ്റ് മേഖലകളിലേക്ക് ബജറ്റ് നീങ്ങുമെന്നുറപ്പ്. ക്ഷേമ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിക്കണമെന്ന് LDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിൽ ഇത് അംഗീകരിക്കാനിടയില്ല. നിലവിലുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും തുടരും. വിഭവ സമാഹരണത്തിലുള്ള മാന്ത്രിക വടി ബജറ്റിലുണ്ടാകുമെന്ന ധനമന്ത്രി KN ബാലഗോപാൽ. മാന്ത്രിക വടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ മൊത്തം നാടിൻ്റെ ഇൻകം വർദ്ധിച്ചാൽ അതനുസരിച്ചിട്ട് സ്റ്റേറ്റിൻ്റെ ഇൻകം വർദ്ധിക്കും. അതിന് പറ്റുന്ന ചില മാന്ത്രിക വടികളുണ്ടാവും. ശരിക്കും ഈ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്നാലേ പറ്റൂ. എന്നാൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും അത് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതങ്ങനെ ചെയ്യാവുന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഹരിത വാഹന നയം പ്രോത്സാഹിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകും. നികുതി കുടിശ്ശിക വരുത്തിയവരിൽ നിന്ന് ഇത് ഈടാക്കാൻ പുതിയ പദ്ധതികളുണ്ടാകും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് DA, റബ്ബർ കർഷകർക്ക് സഹായമായ പദ്ധതികൾ എന്നിവ ബജറ്റിൽ ഇടം നേടുമെന്നാണ് സൂചന. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെയും കെട്ടിട നിർമ്മാണ മേഖലയിലെയും മാന്ദ്യം നേരിടാനുള്ള നിർദ്ദേശങ്ങളുണ്ടാകും. ഇതിനായി പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ചെലവ് ചുരുക്കലിനായി കർശന നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകും. ഇതിനൊപ്പം സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനവും ബജറ്റിലുണ്ടാകും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിനെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പ്രതിസന്ധിക്ക് കാരണം ധനവിനിയോഗത്തിലെ പിടിപ്പുകേടെന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വിമർശനം. കടമെടുപ്പ് പരിധി ഉയർത്താൻ ആകില്ലെന്നും സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു.
കേരളത്തിൻ്റേത് അതീവ മോശം ധനമാനേജ്മെന്റ് എന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിമർശനം. ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതിനേക്കാളും തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ട്. കിഫ്ബിക്ക് സ്വന്തമായ വരുമാന സ്രോതസ്സില്ലെന്നും കേന്ദ്രം ആരോപിച്ചു. രാജ്യത്ത് ഏറ്റവും അധികം കടമെടുപ്പുള്ള 5 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. കഴിഞ്ഞ തവണ ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ കേരളത്തിൽ അടിയന്തര സാഹചര്യമൊന്നുമില്ലെന്നായിരുന്നു കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ അറിയിച്ചത്. ഇടക്കാല ഉത്തരവ് തേടിയുള്ള ഹർജി പരിഗണിക്കേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു. തുടർന്നായിരുന്നു ഒരാഴ്ചയ്ക്കകം വിശദമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ഹർജി ഉടൻ പരിഗണിക്കണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചതോടെ ഈ മാസം 13-ന് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് ഹർജിയിലൂടെ സംസ്ഥാനം ഉന്നയിക്കുന്നത്. 24 ഡൽഹി. വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.